ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യാതിരിക്കുക. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് മിനി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഒറ്റ സുഹൃത്താണെന്ന് തന്നെ വേണമെങ്കിൽ പറയും. അഡ്വക്കേറ്റ് മിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് എറണാകുളത്ത് നമ്മുടെ യുവജനോത്സവം നടക്കുകയാണ്. ഞാൻ എറണാകുളത്ത് യുവജനോത്സവം ഒന്ന് ഡാൻസ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന വേദിയിൽ എനിക്കൊന്ന് പോകണമെന്നുണ്ട്. കുട്ടികളുടെ ധാരാളം ഈ യുവജനോത്സവ വേദികൾ എപ്പോഴും പ്രശ്നമുഖരിതമാണല്ലോ. നന്നായി കളിക്കുന്നവർക്ക് പ്രൈസ് കിട്ടുന്നില്ല, കോഴ വിവാദം, പിന്നെ അടി, അലമ്പോ, വഴക്ക് എപ്പോഴും അങ്ങനെ അത്തരത്തിലുള്ളതാണ്. പക്ഷേങ്കിൽ നല്ല കാലിബറുള്ള നല്ല നൃത്തരൂപങ്ങൾ, അതിൽ എസ്പെഷ്യലി നമ്മൾ പറയുകയാണ് ഭരതനാട്യം മോഹിനിയാട്ടം ഒന്നുമില്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സംഘനൃത്തങ്ങളുണ്ട്, ഗ്രൂപ്പ് ഡാൻസ് വളരെ മനോഹരമായിട്ട് നല്ല എത്ര നമുക്കിത് കാണുമ്പോൾ ഇത്രയും നല്ല കഴിവുള്ള കുട്ടികൾ, ഇത്രയും നല്ല കോറിയോഗ്രാഫി, ഇത്രയും നല്ല പാട്ടുകൾ, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എനിക്കും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മിനി എൻ്റെ ഒറ്റ സുഹൃത്താണെന്ന് പറഞ്ഞാൽ പോരാഞ്ഞിട്ട് പുള്ളിക്കാരി അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പോൾ മിനി ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് പോകാം, വൈകുന്നേരമാണ്, എന്തെങ്കിലും പോകാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് മിനി, നമുക്ക് ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോഴേക്കും ആൺ സുഹൃത്താണെങ്കിലും പെൺ സുഹൃത്താണെങ്കിലും നമുക്ക് നേരായ വഴികൾ കാണിച്ചു തരികയും നമുക്ക് നേരായ വഴികൾ നമുക്ക് തുറന്നു തരികയും, ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിനാണ് നമ്മുടെ ഇരുട്ട് മൂടി കിടക്കുന്ന ആ നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചം വിതറുവാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും ഇനി ഒരു കാര്യം പറയാനുണ്ട്. എടാ, നിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, നമ്മളെ വിശ്വസിക്കുന്നുണ്ടെന്നൊക്കെ പലരും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് സത്യമാണെന്ന് അറിയാനായിട്ട് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. മിനി പറഞ്ഞത് ട്രിക്കാണ് അതിനോട്. നമ്മൾ ഏറ്റവും വലിയ സ്ട്രഗിൾ, നമുക്കൊരു കാര്യം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആ സ്ട്രഗിൾ ഉണ്ടല്ലോ, ആ ബുദ്ധിമുട്ടിൻ്റെ ആ നിമിഷം അതൊരു വലിയൊരു പ്രശ്നമായിരിക്കാം നമുക്ക്. അത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, ഭാര്യയാകാം, ഭർത്താവാകാം, അമ്മയാകാം, അച്ഛനാകാം, സഹോദരനാകാം, സഹോദരിയാകാം, ചിലപ്പോൾ സുഹൃത്തുമാകാം, ആർക്കാണെങ്കിലും അവർക്ക് ആ പ്രശ്നം അവർക്ക് ആ പ്രശ്നം അങ്ങ് നൽകുക. ആ പ്രശ്നത്തിലോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രശ്നത്തിന് അവർ നമ്മളോട് എത്രമാത്രം നമ്മുടെ ഒപ്പം നിൽക്കുന്നു, ആ പ്രശ്നത്തിന് അവരെന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് ശേഷം ചിലപ്പോൾ അവർ നമ്മളോട് സംസാരിക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്ന് ഒളിച്ചോടി പോകാം, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് അവരുടെ ശരിയായിട്ടുള്ള എന്താണ്, അവരേതാണ്, അവരെത്രമാത്രം നമ്മളുമായിട്ട് അറ്റാച്ച്ഡാണ്, അവർ കാണിക്കുന്ന സ്നേഹവും മമതയും പ്രതിബദ്ധതയൊക്കെ സത്യമാണോ എന്നൊക്കെ അറിയാനുള്ള മാർഗ്ഗങ്ങളാണ്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം അവർക്കങ്ങ് നൽകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, വീട്ടുകാരുമായിട്ടുള്ള മറ്റുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും, കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിരിക്കാം, ഓഫീസിലെ പ്രശ്നമായിരിക്കാം, അങ്ങനെ എന്തുതരം പ്രശ്നങ്ങളും ആയിക്കോട്ടെ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊടുക്കുമ്പോൾ അവർ നമ്മളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഏത് രീതിയിലാണ് അവരതിനെ അപ്രോച്ച് ചെയ്യുന്നത്, എത്രമാത്രം നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഇമോഷണലിയും പിന്നെ എന്താ പറയുക, മോറലിയും ഫിസിക്കലിയും അല്ലെങ്കിൽ ഫിനാൻഷ്യലിയും ഒക്കെ എങ്ങനെയാണ് നമ്മളോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കൊരാളുടെ ശരിയായ ദിശ മനസ്സിലാക്കുവാനുള്ള ട്രിക്കാണ്. അതെന്ന് മിനി എപ്പോഴും എന്നോട് പറയുന്നത്. മിനി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഞാൻ പുള്ളിക്കാരോട് ചർച്ച ചെയ്യുമ്പോഴത്തേനും എന്നോട് ഇങ്ങനെ ഉപദേശങ്ങൾ പറയാറുണ്ട്. ആ ഉപദേശങ്ങളനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാറുമുണ്ട്. അതിൻ്റെ ഫലം എനിക്ക് വളരെയേറെ പെട്ടെന്ന് എനിക്കത് മനസ്സിലാക്കാറുമുണ്ട്. അതനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട്. എനിവേ, നമുക്ക് അതല്ല നമ്മളുടെ വിഷയം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എറണാകുളം നമ്മുടെ വേദികളിൽ ധാരാളം പല സ്കൂളുകളിലായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഒരു ബഞ്ച് ഓഫ് ലേഡീസിനെ, ഒരു 10-13 ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളെ ഞങ്ങൾ കാണാൻ ഇടയായി. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 20-30 ഇടയ്ക്ക് പ്രായമുള്ള ആളാണ്. എല്ലാവരും അവിടെ നമ്മുടെ എന്താ പറയുക, കോമ്പറ്റീഷൻസും മറ്റുമൊക്കെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ എന്തോ പറഞ്ഞു വന്ന സമയത്ത് മിനി ഇവരുമായിട്ട് സംസാരിക്കാം, അവിടെ അവരൊരു ഡിസ്കഷനിൽ ഏർപ്പെടുക, അവർ നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിയ മൂഡിൽ ഇവർ ഇത്രയും പേര് ഒരുമിച്ച് വൈകിയ സമയത്ത് അവിടെ കാണാൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അങ്ങനെ ഒരു റെയർ കാഴ്ചയാണ്. ഒരു 10-13 പേര് കുട്ടികളുടെ പരിപാടി കാണാനായിട്ട്, അതും യൂത്ത് ആയിട്ടുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു എല്ലാവരും യുക്തരായിട്ടുള്ള ആളുകളാണ്, നല്ല സുന്ദരികളായിട്ട് പെൺകുട്ടികളാണ്, പറയാതെ വയ്യ.
20-30 ഇടയ്ക്കുള്ള ആളുകളാണ്. അവരിങ്ങനെ ഇത് കാണാനായിട്ട് അവരൊക്കെ എന്താ വെച്ചാൽ എല്ലാവർക്കും മിക്കവർക്കും 2 വീലറുണ്ട്, കാറുണ്ട്, വണ്ടിയുണ്ട്, എല്ലാവരും വർക്കിംഗ് വുമൺസ് ആണ്. അങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രീ ആണ്, ഞങ്ങൾക്ക് ഒരു കാര്യം, ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കാണാൻ പോകണം, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യാറും അത് കാണുവാനും ആസ്വദിക്കാൻ ഞങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് മിനി ചോദിച്ചു നിങ്ങളപ്പോൾ വിവാഹിതരല്ലേ? ഇല്ല, ഞങ്ങൾ ആരും വിവാഹിതരല്ല, ഞങ്ങൾ ആരും അങ്ങനെയുള്ള വലിയൊരു മണ്ടത്തരത്തിലേക്ക് ചെന്ന് ചാടാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ ഈ 13 പേരും ഞങ്ങൾ ഈ 13 പേരും ഒരിക്കലും ജീവിതത്തിൽ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ച ആൾക്കാരാണ്. ഞങ്ങൾ കൊച്ചിക്കാരായതുകൊണ്ട് മാത്രം പറയില്ല, നമ്മൾക്കറിയാം ഓരോരുത്തരുടെയും ഓരോ ലൈഫ് നമുക്ക്. അവരുടെ ഒരു ലീഡിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, നമ്മുടെ എറണാകുളം കാക്കനാട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു വെച്ചാൽ ഇങ്ങനൊരു വലിയ മഹാശുദ്ധ മണ്ടത്തരം, ശുദ്ധ അസംബന്ധം ഞങ്ങൾ കാണുന്ന എല്ലാ പെൺകുട്ടികളും എല്ലാവരുടെയും ഞങ്ങൾ ഒരു ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക, പക്ഷേ ഒരു മണ്ടത്തരം മാത്രം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. ആ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞ മണ്ടത്തരമാണ്. ആ വിവാഹം നിങ്ങൾ ഒരിക്കലും ചെയ്യുകയും ചെയ്യരുതെന്ന് ലക്ഷ്മി പറഞ്ഞു. ഞാൻ എല്ലാവരോടും ഞങ്ങളുടെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ധാരാളം ആളുകൾ, നമുക്കറിയാം കാക്കനാടൊക്കെ ധാരാളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഗ്രൂപ്പുകളിൽ കൂടിയാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇവർ പറയുന്ന ഒരേ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, അവർക്ക് ഒരു സങ്കോചവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പറയുകയാണ്, ഞങ്ങളെല്ലാവരോടും പറയും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിവാഹിതരാകരുതെന്നാണ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ കുറച്ച് കൗതുകം തോന്നി. ഞാൻ ലക്ഷ്മിയോട് ചോദിച്ചു, ലക്ഷ്മി വിവാഹിതയല്ല, സമ്മതിച്ചു. ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും, ലക്ഷ്മിയുടെ അമ്മ വിവാഹിതയായതുകൊണ്ടാണല്ലോ ലക്ഷ്മി ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഘോരം ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അതെ, കാരണം എൻ്റെ അമ്മ വിവാഹിതയാണ്, എൻ്റെ അമ്മ വളരെ ഹാപ്പിയാണ്, എൻ്റെ അച്ഛനും വളരെ ഹാപ്പിയാണ്. എൻ്റെ അമ്മ കോട്ടയംകാരിയാണ്, ശരിയായിട്ട് പറഞ്ഞാൽ കോട്ടയംകാരിയാണെന്നുണ്ടെങ്കിലും പിന്നെ പഠിച്ചതും വളർന്നതുമൊക്കെ എറണാകുളത്താണ്. സെൻറ്റ് തെരേസാസിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളരെ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച് ജയിച്ച ആളാണ്. അങ്ങനെ എൻ്റെ ഫാദർ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു, അദ്ദേഹത്തെ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ അമ്മയിൽ നിന്നൊരു ടിപ്പിക്കൽ ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരെ, ഭർത്താവിൻ്റെ സുഖം, ഭർത്താവിൻ്റെ സന്തോഷം അത് മാത്രമായിട്ട് ജീവിച്ച ആളാണ്. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഭർത്താവ് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള, എൻ്റെ അമ്മ ഇപ്പം മരിച്ചുപോയി, ആദ്യത്തെയും അവസാനത്തെയും ഒരേ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മാത്രമാണ്. അച്ഛന് വേണ്ടി ഉണരുക, അച്ഛന് വേണ്ടി ഉറങ്ങുക, അച്ഛന് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുക, അച്ഛന് വേണ്ടി ഒരുങ്ങുക, അത് മാത്രമായിരുന്നു എൻ്റെ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരു പുരുഷന് വേണ്ടി മാത്രം ജീവിച്ച അത്തരത്തിലുള്ള, നമ്മൾ ഈ പണ്ടത്തെ പുരാണങ്ങളിലൊക്കെ പതിവ്രത എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ടല്ലോ, സങ്കല്പമല്ല ആ ഒരു കൺസെപ്റ്റ്, അത് തന്നെയായിരുന്നു എൻ്റെ അമ്മ. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം. കാരണം ജീവിതത്തിൽ എൻ്റെ പപ്പായ്ക്ക് പല പ്രതിസന്ധികളും വന്നിട്ടുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികൾ ധാരാളം വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 75 പവൻ കൊടുത്തിട്ടാണ് കോട്ടയത്ത് നിന്ന് ഇവിടെ നമ്മുടെ ആലുവയിലേക്ക് വിവാഹം കഴിച്ചയച്ചത്. വിവാഹം കഴിച്ചയച്ചപ്പോൾ 75 പവനകത്ത് നിന്ന് 75 പവനകത്ത് പിന്നെ 1 ഗ്രാം ഒഴികെ, ഒരു താലി മാത്രമുള്ള 1 ഗ്രാം ഒഴികെ ബാക്കി എല്ലാം എൻ്റെ അച്ഛൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുകയും വിൽക്കുകയും പണയം വയ്ക്കുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് ഏകദേശം 8 ഏക്കർ സ്ഥലമോളം വീതമുണ്ടായിരുന്നു. 8 ഏക്കർ സ്ഥലമോളം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് സ്ത്രീധനമായിട്ട് അങ്ങനെ വീതമായിട്ട് കൊടുത്തിരുന്നു. ആ 8 ഏക്കർ സ്ഥലത്തിനകത്ത് 1 സെൻറ്റ് പോലും ഇല്ലാത്ത എല്ലാ സ്ഥലവും പല കാര്യങ്ങൾക്കായിട്ട്, പല ജീവിതത്തിലെ പല മൊഡ്യൂളുകൾ വന്നപ്പോൾ, പല ടേണിംഗ് പോയിന്റ് വന്നപ്പോൾ എല്ലാം വെക്കുകയുണ്ടായി. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഠനം, ഞങ്ങളുടെ കാര്യങ്ങൾ അതൊക്കെ ചില സമയത്ത് പപ്പായ്ക്ക് അസുഖം വരുന്ന സമയത്തും ജോലി നഷ്ടപ്പെട്ട സമയത്തൊക്കെ അമ്മ തയ്യൽ പഠിച്ചു. അമ്മയ്ക്ക് തയ്യൽ അറിയില്ലായിരുന്നു, അമ്മ തയ്യൽ പഠിച്ചിട്ട് ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കി ബ്ലൗസുകളൊക്കെ തുന്നി തയ്ച്ച് വെച്ചിട്ടാണ് ഞങ്ങളെ 3 പേരെയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകാനായിട്ട് അമ്മ ശ്രമിച്ചത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരിക്കലും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ, പിന്നെ മറ്റുള്ള വീട്ടിലെ പ്രശ്നങ്ങൾ, സ്ഥലസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പിന്നെ പപ്പായുടെ ജോലിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട്, വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് ഇത് ചെയ്തു തരണമല്ലോ. അപ്പം പുറത്ത് നമ്മൾ ഈ കുറേ ഉടുപ്പുകളൊക്കെ കുറച്ച് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒന്ന് നരച്ചു പോകും. നരയ്ക്കുമ്പോൾ മമ്മി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് തിരിച്ചിട്ട് അതിൻ്റെ ഭാഗം നന്നായിട്ടാക്കിയിട്ട് അങ്ങനെ അങ്ങനെ ചുരിദാറും ഉടുപ്പുകളുമൊക്കെ അങ്ങനെ ഇട്ട് ഞങ്ങൾ കോളേജിൽ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സ്ട്രഗിളുകളും ബുദ്ധിമുട്ടുകളും സംഗതികളൊക്കെ
ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് സർവം സഹിയായിട്ട് അച്ഛനെ മാത്രം ഒരു നിഴൽ പോലെ പിന്തുടർന്ന് ഒരു പരാതിയും പരിഭവം ഒന്നും പറയാതെ സ്നേഹത്തോട് കൂടിയിട്ട് ഒത്തിരി മറ്റുള്ള ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ ആൾക്കാർ വന്ന് ജപ്തി ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ജപ്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, മേശയും കസേരയും അതും ഇതൊക്കെ എല്ലാം പാത്രങ്ങളടക്കം എല്ലാം എടുത്ത് അവർ പുറത്തിട്ടിട്ട് അവർ നമ്മളെ അടച്ച് പൂട്ടി നിൽക്കും. പപ്പ ഇവിടെ ഇല്ല, പപ്പ ആ സമയത്ത് ഇവിടെ മുംബൈയിലാണ് ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പതറാതെ എല്ലാം. അപ്പോൾ ഒരിക്കലും എൻ്റെ അച്ഛനെ അയ്യോ അയാൾ എൻ്റെ ഭർത്താവ് കാരണമല്ല അത് നഷ്ടപ്പെട്ടു പോയി, ഇത് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊന്നും ഒരിക്കലും ഞങ്ങൾ അതിശയത്തോടു കൂടി മമ്മി ചോദിച്ചിട്ടുണ്ട്. മമ്മിക്ക് ഈ പുള്ളിക്കാരനെ ഇട്ട് കളഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ തറവാട്ടിൽ പോയിക്കൂടെ എന്നുള്ളത്. അതൊക്കെ പറയുമ്പോൾ തന്നെ അമ്മ വെറുതെ ഞങ്ങളെ നോക്കി ചിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സർവംസഹിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. പക്ഷേങ്കിൽ ആ കാലഘട്ടമല്ല ഇപ്പോൾ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ ഒരാളെ കൊണ്ട് മേ ബി ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ മേ ബി അങ്ങനെ ഞാൻ ഒരിക്കലും ഹാപ്പിയാണെന്ന് എനിക്കൊരിക്കലും അങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് മാത്രമല്ല, നമ്മളുടെ ഈ തലമുറയിലുള്ള മിക്കവാറുമുള്ള ഒരു 90% പെൺകുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അഫെയറും റിലേഷൻഷിപ്പും ഒക്കെ ഉണ്ട്. എല്ലാം ഒരെണ്ണം ബ്രേക്കപ്പായി അടുത്തേക്ക് പോവും, അടുത്ത ബ്രേക്കപ്പായി അടുത്തേക്ക് പോവും. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ യുവജനങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പെൺകുട്ടികളുടെ കാര്യമില്ല, ആൺകുട്ടികളുടെ കാര്യമായി കഴിഞ്ഞാൽ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മിനിമം ഒരു 4-5 ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരു പുരുഷൻ പോലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള സംഗതികളല്ല. അപ്പോൾ എല്ലാവർക്കും പല പല റിലേഷൻഷിപ്പുകളും പല പല സെറ്റപ്പുകളും പല പല രീതികളിലൊക്കെ എല്ലാവരും പോകുന്നതാണ്. അതൊക്കെ ബ്രേക്കപ്പായി മറ്റൊരു പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി പിന്നീട് ഏതോ ഒരാളുമായിട്ട് രണ്ടാമത് വന്നിട്ട് ഒരു വിവാഹം ഒന്ന് സെറ്റാകുന്നു, അവരുമായിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പോലും പരസ്പരം സ്നേഹവും ബഹുമാനവും ഒക്കെ അഭിനയിക്കുകയാണ്. പരസ്പരം എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെറും വീൺ വാക്കുകൾ മാത്രമാണ്. കാരണം ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഭർത്താവിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേറൊരു സ്ത്രീയെ കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ഒപ്പം പോയി കിടക്കാൻ ഒരു മടിയും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരു പുരുഷനും കാണിക്കത്തില്ല. കാരണം അവർക്ക് അതൊരു വലിയൊരു പാപമായിട്ട് അല്ലെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിട്ടൊന്നും ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു വീട്ടിൽ കഴിക്കുന്ന ചോറ് കഴിക്കുന്ന പോലെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് കഴിച്ചു, അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് ബിരിയാണി കഴിക്കുന്ന അല്ലെങ്കിൽ മസാല ദോശ കഴിക്കുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് പരസ്ത്രീയുമായിട്ട് അവർക്കൊരു റിലേഷൻഷിപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ സെക്സിലോ ഏർപ്പെടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും അവർക്ക് തോന്നാറില്ല. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭർത്താവുണ്ട്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, ബാക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലും തനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട താൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനാണ് തന്നെ അപ്രോച്ച് ചെയ്യുന്ന അവനുമായിട്ട് ഒരല്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ പോയിട്ട് ഒരു രാത്രി സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ അവനുമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് വിട്ടുകളയുന്നവരല്ല ഇപ്പോഴത്തെ തലമുറയിൽ ഞാനടക്കമുള്ള ഈ സൊസൈറ്റിയിലുള്ള പെൺകുട്ടികളിൽ മിക്കവാറും മാനസികമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളെ അടക്കി പിടിച്ച് അയ്യോ അതൊന്നും വേണ്ട, അല്ലാതെ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രം അത് ലീക്ക് ഔട്ട് ആയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നമാകുമോ വരുമോ, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫേസ് ചെയ്യാൻ നേരത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം. അല്ലാതെ ആഗ്രഹങ്ങളില്ലാത്ത ആൾക്കാരല്ല എല്ലാവരും. ഈ പണ്ടത്തെ എൻ്റെ അമ്മയെ അല്ലെങ്കിൽ പഴയ ഇവരുടെ അമ്മ അല്ല അവരുടെ അമ്മയെ പോലെയുള്ള ഒരു പുരുഷനെ മാത്രം സങ്കല്പിച്ച് ഒരു പുരുഷനെ മാത്രം സ്വപ്നം കണ്ട് ഒരു പുരുഷൻ മാത്രം നൽകുന്ന സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തരായി ആ രീതിയിലേക്ക് കഴിഞ്ഞു പോകുന്ന ആ തലമുറ അതൊക്കെ അസ്തമിച്ചു. അതൊക്കെ പഴയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. ഈ വിവാഹബന്ധം അല്ലെങ്കിൽ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൂട്ടായിട്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലേക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിട്ടുവീഴ്ചകളിലൂടെ എല്ലാവരും പറയുന്നുണ്ട്. ഒരു കുടുംബമാകുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. എന്തിനാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കുക. അപ്പോൾ പിന്നെയുള്ള സംഗതികൾ എന്താണ്, നമ്മൾ പറയുന്നുണ്ട് നമുക്ക് വാർദ്ധക്യം വരുമ്പോൾ എന്ത് ചെയ്യും, പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഒരു തുണ വേണ്ട. ഇണ മാത്രമല്ല, ഇണ നമുക്ക് യൗവനത്തിലാണ് വേണ്ടത്. അതിൻ്റെ ആ യൗവനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, ഇണയല്ല വേണ്ടത്, ഇണയെവിടെ തുണയെവിടെ എന്നുള്ള പുള്ളിക്കാർ പാട്ട് ഞാൻ അങ്ങനെ പാടിയാണ്. അപ്പോൾ തുണയാണ് വേണ്ടത്. അപ്പോൾ തുണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50-60 എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഭർത്താവ് നമ്മളെ തുണയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കുട്ടികൾ നമ്മളെ തുണയ്ക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ വിവാഹം കഴിക്കുന്നത് ശുദ്ധ ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ടി വരികയില്ല. എത്രമാത്രം ഓൾഡ് ഏജ് ഹോംസാണ് എത്രമാത്രമുള്ളത്. വീട്ടിൽ ഭർത്താവുണ്ട്, 1, 2, 3, 4 മക്കളുള്ള ആൾക്കാരുണ്ട്, എക്കണോമിക്കലി വളരെ സെറ്റിൽഡാണ്, പെൻഷനുണ്ട്, എല്ലാ സംഗതികളും ഉണ്ടായിട്ട് കൂടി ഒറ്റ
ഒറ്റപ്പെട്ട ഏകാന്തതയിൽ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളുടെ തന്നെ ആൾക്കാരെ നമ്മുടെ ചുറ്റുപാട് സാറ് ചാനലൊക്കെ ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾക്കറിയാവുന്നില്ല, നിങ്ങൾ എത്ര പേരുടെ കഥകൾ ഇങ്ങനെ പറയാറുണ്ട് എന്ന് എന്നോട് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഉത്തരം മുട്ടിയിരുന്നു പോയി. വളരെ സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഇതൊരു പൊതുവായ ഇഷ്യൂ ആണ്, കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെ പറയുന്നെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു കൂരയ്ക്ക് കീഴിൽ അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം എന്താ പറയുക വിട്ടുവീഴ്ചകളോട് മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളല്ല ഇന്നത്തെ ഒട്ടുമിക്ക പെൺകുട്ടികളും. ആൺകുട്ടികൾക്കും പെൺകുട്ടികളും വിവാഹം എന്ന സ്വപ്നത്തിലെ വിവാഹം എന്ന കൂതാശ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന എന്താണ്, ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുക, അവരുടെയൊക്കെ കുട്ടികളെ ഉണ്ടാക്കുക, കുട്ടികളുടെ പഠനം മറ്റുള്ള കാര്യങ്ങൾ അതുമായിട്ടൊക്കെ മുന്നോട്ട് പോവുക, അങ്ങനെ സംതൃപ്തിയോട് കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു കീഴ്വഴക്കത്തിൻ്റെ ഉള്ളിൽ, ഒരു അച്ചിൻ്റെ ഉള്ളിൽ, ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ജീവിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് വിവാഹം അവർ ചോദിക്കുന്നത് വിവാഹിതരല്ല എങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് വിവാഹം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ഏൽക്കുന്ന വലിയൊരു ചെങ്ങലയാണ്, അല്ലെങ്കിൽ ഒരു ഓടാമ്പലിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പൂട്ടി താക്കുവൽ നമ്മളുടെ കൂടെയുള്ള നമ്മുടെ പങ്കാളി അവരൊന്ന് എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. പിന്നെ നമ്മുടെ ജീവിതം തളച്ചിട്ട ജീവിതമായി മാറുകയാണ്. മുൻപത്തെ കാലഘട്ടത്തിലും എത്രയോ ലളിതാംബിക അന്തർജനവും നമ്മുടെ മാധവിക്കുട്ടിയും സാറാ ജോസഫും അടക്കമുള്ള നമ്മുടെ മുൻപത്തെ എത്രയോ എഴുത്തുകാരുടെ ഓരോ കൃതികളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആധികാരികമായിട്ട് തന്നെയാണ് ലക്ഷ്മി ഇത് സംസാരിച്ചത്. അപ്പോൾ ലക്ഷ്മിയുടെ ഈ സംസാരം കേട്ടപ്പോൾ മിനി പറയുകയുണ്ടായി, ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിൽ വന്നപ്പോഴേക്കും അല്പം വൈകിയിരുന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറ അവിടെ ഒരു നമ്മുടെ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും അവിടെ സ്റ്റാച്ചുവിൻ്റെ അവിടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കയറുന്നു. രാത്രി ഒരു അല്പം ഏറെ വൈകിയിരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞങ്ങളുടെ ഡിസ്കഷൻ ഇതായിരുന്നു, എത്രമാത്രം ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണ് ലക്ഷ്മി പറഞ്ഞത് എന്നുള്ള കാര്യം. അത് തീർച്ചയായിട്ടും നമ്മൾ അതേക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് ലക്ഷ്മിയുടെ കൂടെയുള്ള 13 പേരുമാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലുള്ള ആൾക്കാർ അവർ കാക്കനാട് ജോലി ചെയ്യുന്ന ഇൻഫോ പാർക്കിൽ ടെക്നോ പാർക്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, കമ്പ്യൂട്ടർ ബേസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച പെൺകുട്ടികളാണ്, വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവുമുള്ള കുട്ടികളാണ്. അവരങ്ങനെ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ നാളെ ഈ 13 130 ആകും, 1300 ആകും. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആ ഒരു വശത്തേക്ക് പോകും. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരാണെങ്കിലും ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ആംഗിളിലേക്ക് മാറാനായിട്ട് കാലം അധികം വൈകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കോമൺ ഇഷ്യൂ ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ കാണുന്ന, നമ്മളെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പേര് എങ്ങനെയൊക്കെയാണ് അവർ വിവാഹം കഴിക്കുന്നുണ്ടോ, കഴിച്ച വിവാഹ ജീവിതത്തിൽ അവർ സന്തോഷവാരാണോ, അല്ലെന്നുണ്ടെങ്കിൽ എത്രമാത്രം അവരുടെ പങ്കാളി അവരോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്, അവരുടെ പങ്കാളികളോട് ആത്മാർത്ഥത പുലർത്താറുണ്ടോ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം സമചിത്തതയോട് ഒത്തുചേർന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ പോകുന്ന ആൾക്കാരാണോ, അതോ നിങ്ങൾ ജസ്റ്റ് വെറും അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രം പോകുന്നവരാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മളെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ മറ്റുള്ളവർ വായിക്കുമ്പോഴേക്കും, മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരാളുടെ മാത്രമല്ല, 2 പേരുടെ മാത്രമല്ല, പലരുടെയും ആകുമ്പോഴേക്കും പല ആംഗിളുകളിൽ കൂടി നോക്കിക്കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട്, മറ്റൊരു നേരറിവിൻ്റെ കഥയുമായിട്ട്, അല്ലെങ്കിൽ നേരറിവിൻ്റെ ഒരു സംഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നാളെ വീണ്ടും എത്തുന്നവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.